Hey everyone, welcome to my YouTube channel. Today's class I am going to discuss about core teaching skills. The previous class we discussed about micro teaching. എന്താണ് മൈക്രോ ടീച്ചിങ്, ആരാണ് മൈക്രോ ടീച്ചിങ് ഇൻവെന്റ് ചെയ്തത്, എന്തിനു വേണ്ടിയിട്ടാണ്, അതിന്റെ സ്റ്റെപ്പ് ഒക്കെ എന്താണെന്നൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് മൈക്രോ ടീച്ചിങ്ങിന്റെ കോർ ടീച്ചിങ് സ്കിൽസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ആസ് എ സ്റ്റുഡൻറ് ടീച്ചർ എന്ന നിലയിൽ നമുക്കറിയാം ഇപ്പോൾ ഒരു ക്ലാസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ടീച്ചർക്ക് സം ക്വാളിറ്റീസ് അല്ലെങ്കിൽ ബേസിക് സ്കിൽസ് ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ നേടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. സോ ഇത്തരത്തിൽ നമ്മളൊരു ക്ലാസ്സിലെ ടീച്ചർ എന്ന് പറയുന്നത് ടീച്ചറിന്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എഫക്റ്റീവ് ആയിരിക്കണം. അതുപോലെ തന്നെ ക്ലാസ് റൂം മാനേജ്മെന്റ് പ്രോപ്പർ ക്ലാസ് റൂം മാനേജ്മെന്റ് കീപ്പ് ചെയ്യാൻ ടീച്ചർ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലെ ആക്ടിവിറ്റീസ് കൊടുക്കുന്ന സമയത്ത് കുട്ടികളുടെ എൻഗേജ്മെന്റ് അതായത് ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. സോ ഇത്തരത്തിൽ ഒരു എൻ്റെ ക്ലാസ്സിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ടീച്ചർക്ക് സം ടീച്ചിങ് സ്കിൽസ് ഉണ്ടായിരിക്കണം. ടീച്ചിങ് സ്കിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ടീച്ചറിന്റെ ഒരു വെർബൽ ആയിട്ടുള്ള നോൺ വെർബൽ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഫോർവേഡ് ബിഹേവിയറിനെയാണ് നമ്മൾ ടീച്ചിങ് സ്കിൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോർ ടീച്ചിങ് സ്കിൽ എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ്സിലെ ടീച്ചർ ഉപയോഗിക്കുന്ന ഒരു റുട്ടീൻ സ്കിൽ അല്ലെങ്കിൽ റുട്ടീൻ ടീച്ചിങ് സ്കിൽസിനെയാണ് നമ്മൾ കോർ ടീച്ചിങ് സ്കിൽസ് എന്നത് പറയുന്നത്. സോ ഈ മൈക്രോ ടീച്ചിങ്ങിന്റെ കോർ ടീച്ചിങ് സ്കിൽസിൽ മെയിൻ ആയിട്ട് 8 എണ്ണമാണ് വരുന്നത്. 8 ടീച്ചിങ് സ്കിൽസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ മതി. ഓക്കെ, അപ്പം മൈക്രോ ടീച്ചിങ്ങിന്റെ കോർ ടീച്ചിങ് സ്കില്ലിൽ ഫസ്റ്റ് വരുന്നതാണ് സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ, അതുപോലെ സ്കിൽ ഓഫ് എക്സ്പ്ലെയിനിങ്, സ്കിൽ ഓഫ് ഇലസ്ട്രേറ്റിംഗ് വിത്ത് എക്സാമ്പിൾ, സ്കിൽ ഓഫ് ബ്ലാക്ക് ബോർഡ് യൂസിങ്, സ്കിൽ ഓഫ് പ്രോബിംഗ് ക്വസ്റ്റ്യൻസ്, അതുപോലെ സ്കിൽ ഓഫ് ഫ്ലുവൻസി ഇൻ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് വണ്ണാണ് സ്കിൽ ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. ഇത്തരത്തിൽ 8 സ്കില്ലാണ് ഈ കോർ ടീച്ചിങ് സ്കില്ലിൽ വരുന്നത്. അപ്പൊ ഇത് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ്, എങ്ങനെയാണെന്നൊക്കെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ അതിന് ഫസ്റ്റ് എന്ന് പറയുന്നതാണ് സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ. അതിൽ തന്നെ ഉണ്ടല്ലേ, അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്തായിരിക്കുമല്ലേ. നമുക്കറിയാം നമ്മളൊരു കൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ടീച്ചിങ്ങിന്റെ ഒരു ക്ലാസ് റൂമിൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അതിന്റെ ഹേർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇൻട്രൊഡ്യൂസ് ആ ഒരു കൺസെപ്റ്റിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലാണ് ഇരിക്കുന്നത്. ഒരു ടീച്ചറിന്റെ വെർബൽ ആയിട്ടുള്ളതോ അതുപോലെ നോൺ വെർബൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് നമ്മളൊരു ലെസൺ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഒരു ലെസനെ മാറ്റണം എന്നാണ് പറയാറുള്ളത്. അപ്പൊ ആ ഒരു അത്തരത്തിൽ നമ്മൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ അതിൽ കുട്ടികൾക്ക് എന്താണ് അറ്റൻഷൻ, കുട്ടികളുടെ അറ്റൻഷൻ ഉണ്ടാവും. ഇത്തരത്തിൽ ഈ ഒരു അറ്റൻഷൻ കൊണ്ട് കുട്ടികൾക്ക് എന്തുണ്ടാവും, കുട്ടികളുടെ ഉള്ളിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ മനസ്സിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഈ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ക്ലാസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് എല്ലാവർക്കും അറിയുന്ന കാര്യം. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ നമ്മൾ പറയും. അതുപോലെ നമ്മളൊരു ടോപ്പിക് കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന സമയത്ത് അതിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താ പറയുക അത്രയും പ്രോപ്പർ ആയിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കും. അപ്പൊ അതിന് വരുന്നത് സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിംഗ് ലെസൺ വരുന്ന ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ഓഫ് എന്താണ് പ്രീവിയസ് നോളജ് പ്രീ റിക്വസൈറ്റ്സ് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു കണ്ടന്റ് പഠിക്കുന്ന സമയത്ത് അതുമായിട്ട് കുട്ടിക്ക് ഓൾറെഡി അറിയുന്ന ചില കണ്ടന്റ് കാര്യങ്ങളുണ്ടാവും. അതിനെക്കുറിച്ച് നമ്മൾ ചോദിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. അല്ലാണ്ട് ഇന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡയറക്റ്റ് പറയുന്നതിലുപരി നമ്മൾ ആ കുട്ടിക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും തരത്തിലുള്ള നോളജ് ഓൾറെഡി അവർ പഠിച്ചതോ അല്ലെങ്കിൽ അവരുടെ ഡെയിലി ലൈഫിൽ അറിയുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിംഗിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് ഡിവൈസ്. അങ്ങനെ പറയുമ്പോൾ ഒരു ലെസൺ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നിൻ്റെ എക്സ്പെരിമെന്റ് കാണിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങും, അല്ലെങ്കിൽ ഒരു സ്റ്റോറി ടെല്ലിങ്. ഇപ്പം നമുക്കറിയാം ന്യൂട്ടന്റെ ലോസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നില്ലെങ്കിൽ ന്യൂട്ടന്റെ ഒരു കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ച എന്താ പറഞ്ഞത്, ന്യൂട്ടന്റെ നല്ല ആപ്പിൾ വീണ കഥ പറഞ്ഞതൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറില്ല. അപ്പം ഇത്തരത്തിൽ ഒരു സ്റ്റോറി പറഞ്ഞുകൊണ്ട് ക്ലാസ് തുടങ്ങുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമാണെങ്കിൽ എന്തെങ്കിലും ഇൻസിഡന്റ് നറേറ്റ് ചെയ്യുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ആ ക്ലാസ്സിലൂടെ പോകാൻ ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ ഏതെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് ക്ലാസ് എടുക്കുക. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിംഗ്